കൂട്ടത്തോടിരിക്കുന്ന പ്രാർത്ഥന നല്ലതാ, പക്ഷെങ്കിൽ ചില ഡിറ്റർമിനേഷൻ ഹോളി സ്പിരിറ്റ് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത് അതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഞാൻ നിങ്ങളും ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കൂട്ടമായിരിക്കുന്ന പ്രാർത്ഥനയേക്കാൾ വളരെ ബലമായിരിക്കും ഒറ്റയ്ക്ക്. എന്താ വിഷയമായിരിക്കുന്നത്? ഒറ്റയ്ക്കിരിക്കുമ്പോൾ സംഭവിക്കുന്നത്, എൻ്റെ ഹൃദയം എന്നെ അതുപോലെ പകരുവാൻ ഇടയായിത്തരും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ രാത്രിയിൽ അവൻ എഴുന്നേൽക്കുക ഒരു തീരുമാനത്തോടെ. ആ മനുഷ്യൻ രാത്രിയിൽ എഴുന്നേറ്റ് ദൈവത്തിന്റെ പാദങ്ങളിരുന്നു. എന്തുവാ യാക്കോബ് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത്? ഒരു പുരുഷൻ ഉഷസ്സാകുമ്പോഴും യാക്കോബിനോട് മല്ലി പിടിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, യാക്കോബല്ല മല്ലി പിടിച്ചത്, ഒരു പുരുഷൻ ഉഷസ്സാകുമ്പോൾ യാക്കോബിനോട് മല്ലി പിടിക്കുക. ആ ദൂതൻ പറയുന്ന ഒരു വേർഡുണ്ട്, നീ ഉഷസ്സാകുന്നുവല്ലോ. വേർഡ് ശ്രദ്ധിക്കുക, എന്നെ വിടുക. അപ്പോ ദൂതനെ ആര് പിടിച്ചിരിക്കുക? യാക്കോബ് പിടിച്ചിരിക്കുക. മൽപിടുത്തം നടത്തിയത് ദൂതൻ യാക്കോബിനോടാ. പക്ഷെ ഇപ്പോൾ യാക്കോബിന്റെ കരങ്ങളിൽ ഒതുക്കപ്പെട്ടു ഈ ദൂതൻ. യാക്കോബിന്റെ കയ്യില. ദൂതന് പോകാനായിട്ട് സാധ്യമല്ല. ഞാൻ ചോദിച്ചു, എന്താ നീ ദൈവത്തിന്റെ ദൂതനല്ലേ, നിനക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? ദൈവത്തിന്റെ വിശുദ്ധവചനം ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കി, ദൈവത്തെയും ദൈവത്തിന്റെ ദൂതന്മാരെയും പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്ന ഒരു ആയുധമാണ് യാക്കോബിന്റെ കയ്യിലുണ്ടായിരുന്നത്, കണ്ണുനീര്. ഹോളി സ്പിരിറ്റ്.